കേരളത്തിലെ ഈ തിരുവസ്ത്രം ധരിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് തിരുവസ്ത്രം ധരിച്ച രണ്ടുപേർ കൊടും കുറ്റവാളികൾക്കൊപ്പം അതിനകത്തിട്ടു. അത് കിടക്കാനൊരു കട്ടിൽ പോലും കൊടുത്തില്ല. ഇവിടെ BJPയുടെ സംഘമെല്ലാം അവിടെ പോയി എന്നല്ലേ പറഞ്ഞേ, ഇവരെ സഹായിക്കാൻ വേണ്ടി. അവർ പോയിട്ട് ജാമ്യം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ജയിലിനകത്ത് കട്ടിൽ പോലും കൊടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. ജയിലിനകത്തെ ആർത്രൈറ്റിസ് ആണ് അവരുടെ ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം, മൈഗ്രെയിൻ. മറ്റൊട്ടനവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രണ്ട് കന്യാസ്ത്രീകളെ ഒരു ചൗക്കാളം വിരിച്ചിട്ട് ജയിലിനകത്തിട്ടൊക്കെയാണ്. കേരളത്തിൽ നിന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പൂർണ്ണസമയം ഇടപെടുന്നു. ഒരു ഡെലിഗേഷനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു, ഇവരെ സഹായിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ ജയിലിനകത്തെ BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിന് ഈ പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്ക് ജയിലിനകത്ത് കിടക്കാനേ ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. മനസ്സിലായില്ലേ? അതാ എൻ്റെ കാര്യം. കേരളത്തിൽ സമാനമല്ലാന്ന് വസ്തുതാവിരുദ്ധമായ ജയിൽ ആരെ ജയിലിലിട്ടു? എന്തെങ്കിലും പറയാതിരിക്കൂ. ആരെങ്കിലും ജയിലിലിട്ടോ? ഒരാളെ ജയിലിലിട്ടിട്ടില്ല. അനാവശ്യമായി ഒരു കാര്യം അങ്ങനല്ല. ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടു. അല്ല, ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് ദേശീയവും സർവ്വദേശീയവുമായ ഒട്ടേറെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടു. അവരെല്ലാം ആഗ്രഹം പറയുമോ ഈ കേസിൽ നിന്ന് ഈ സഹോദരിമാർ ഇപ്പൊ പുറത്ത് കിടക്കട്ടെ എന്നുള്ളതാണ്. അതിനിടയിൽ നിങ്ങൾ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിന്റെ കമ്പയർ അത് നമുക്ക് സെമിനാർ ചർച്ച ചെയ്യാം. ശരിയല്ല. ഒരൊറ്റ കാര്യം, അങ്ങയുടെ ചാനൽ ആദ്യം ശരിയല്ല. ആ ചോദ്യം ശരിയല്ല. എങ്ങനെ അല്ലല്ല നിങ്ങൾക്ക് മാത്രമേ ഈ ചോദ്യം ചോദിക്കാൻ പറ്റൂ. വേറെ ആർക്കും ചോദിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മാത്രം ചോദിക്കാൻ പറ്റും. നിങ്ങൾ ചോദിക്കുന്ന കള്ള ചോദ്യ. ആരെങ്കിലും ജയിലിലിട്ടോ? ഇതിന് സമാനമായി ഇതിന്റെ പ്രശ്നം എന്താണ്? തിരുവസ്ത്രം ധരിച്ച രണ്ടുപേരെ ജയിലിനകത്തിട്ടിരിക്കുന്നു. ഇതിനായിട്ട് അപ്പോ നമുക്ക് എവിടെ ഒരു മിനിറ്റ് നീതി ലഭിക്കണമെന്ന് സംശയമില്ല. അവിടുത്തെ നിങ്ങളുടെ ഇന്നലെ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, RV ബാബുവിന്റെയും ഈ പറയുന്ന നമ്മുടെ ശശികല ഉണ്ടല്ലോ, പറയട്ടെ. അതാ കാര്യം. അങ്ങനെയുള്ളവരാണ് കുഴപ്പമുണ്ടാക്കണേ. അപ്പോ